ഇപ്പൊ ദളിതെന്ന് പറഞ്ഞ കൂട്ടർ ഞങ്ങൾ ഉന്നത കുല ജാതിയാണെന്ന് വിചാരിച്ചില്ലെന്ന കുഴപ്പം. എന്റെ ജാതി പേര് പറഞ്ഞു വിളിച്ചു. എന്റെ ജാതി പേര് എനിക്ക് മോശമാണെന്ന് ഞാൻ തോന്നുന്നോടത്തല്ലേ കുഴപ്പമുള്ളൂ. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ ബ്രോ. അവർ ഉന്നത കുല ജാതിക്കാരാണെന്ന് അവർ വിചാരിച്ചാൽ അത് അവരുടെ വിചാരത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ സൊസൈറ്റിക്ക് അവൻ ദളിതനും പുലയനും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യം മാറേണ്ടത് എന്താണ്? അവരല്ല, അവരെ അങ്ങനെ കാണുന്ന മനുഷ്യരാണ്. അവനവന് തന്നെ എന്റെ ജാതി പേര് കേൾക്കുമ്പോൾ എനിക്ക് അതിശയമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അവരല്ലല്ലോ ബ്രോ അങ്ങനെ കാണുന്നത്. നിങ്ങളും ഞാനും അടക്കം ജീവിക്കുന്ന ഈ സമൂഹമാണ് അങ്ങനെ കാണുന്നത്. അതുകൊണ്ടാണ് കല്യാണ പരസ്യങ്ങളിലൊക്കെ SC ST ഒഴികെ എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു നായർ ആരും അവനൊരു നായരാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ അവനൊരു ബ്രാഹ്മണനാണ് എന്നൊന്നും പറയാറില്ല ബ്രോ. പക്ഷെ ഒരു ദളിതനോ താഴ്ന്ന ജാതിക്കാരനോ എത്ര കാശുണ്ടാക്കിയാലും ഏത് പൊസിഷനിൽ പോയാലും അവരെ സൊസൈറ്റി നോക്കിക്കാണുന്നത് എങ്ങനെ? എന്തൊക്കെ ഉണ്ടെങ്കിലും അവൻ ആ ജാതിക്കാരനല്ലേ എന്നാണ്. ഒരു നായരനും ഒരു ബ്രാഹ്മണനും ഒരു ഉന്നതകുല ജാതിക്കാരനും ഇത്തരത്തിലുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്നിട്ടില്ല. ജാതിപരമായ സംവരണം എടുത്തു മാറ്റണമെങ്കിൽ ആദ്യം ഈ ജാതി ഫ്ലെക്സിംഗ് നടത്തുന്നവർ അത് നിർത്തണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബേസിക്കലി നമ്മളെല്ലാം ഒന്നാണെന്ന് കാണിക്കണം. അപ്പൊ ഈ ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ വരുമ്പോൾ അതൊക്കെ എതിർക്കാതെ, അവരെ കൊല്ലാൻ തുനിയാതെ, അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നിൽക്കാതെ അതൊക്കെ സന്തോഷത്തോടെ അങ്ങ് നടത്തി കൊടുക്കണം. അങ്ങനെ ആ ജാതി ചിന്തയുള്ളവരുടെ മനസ്സിൽ നിന്ന് ആ ജാതി ഇല്ലാതാക്കാൻ ആദ്യം ഇറങ്ങി പുറപ്പെടും സുഹൃത്തെ. പിന്നെ സുഹൃത്തെ, അങ്ങയുടെ ഒരു അറിവിന് വേണ്ടി, റിസർവേഷൻ എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല. അത് ഉദ്ദേശിക്കുന്നത് റെപ്രസെന്റേഷൻ ആണ്. ഈ റെപ്രസെന്റേഷൻ ഒക്കെ അണ്ടർ പ്രിവിലേജ്ഡ് കാസ്റ്റ് ഉള്ളവർക്ക് എത്രത്തോളം കിട്ടുന്നു എന്ന ഡാറ്റ അങ്ങൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മാറുന്ന പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉള്ളൂ.